ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്നവരൊക്കെ വളരെ കുറവാണ്. അത് നിങ്ങൾ ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണോ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള സമയം കളയാൻ വേണ്ടിയിട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് വരാൻ സാധ്യതയുള്ളതും ഇതിനു മുന്നേ ഉള്ള 2 എക്സാംസും ഞാൻ എഴുതിയതാണ്. ഒരു എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായതാണ്. പക്ഷെ അറിയാലോ നിങ്ങൾക്ക്, ഈ ഒരു എക്സാമിൻ്റെയൊക്കെ ഒരു നിയമന നിലയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ കുറച്ച് പേര് നോട്ടിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്നതോടൊപ്പം ഒരു നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതി ഒന്ന് പഠിച്ചു നോക്കിയേ. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. വളരെ 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 ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളുടേതായ രീതിയിൽ നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ PSCക്ക് നല്ല റാങ്ക് മേടിച്ചിട്ടുള്ള എല്ലാവരും തന്നെ, ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അവരുടെ രീതിയിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവർക്കത് മെമ്മറിയിൽ സൂക്ഷിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നോട്ട് തരുന്നതിനെ കുറിച്ച് നമുക്ക് എന്തായാലും ആലോചിക്കാം. പിന്നെ നമ്മൾ സ്പീഡി ആയിട്ട് നമ്മൾ വേഗം പോർഷൻസ് എടുത്ത് നമ്മുടെ സിലബസ് വൈസ് നമുക്ക് ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് MCQ ചെയ്യാൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ അപ്പോൾ കണ്ട് മിടുക്കരായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചധികം അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 8ഓളം അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊന്ന് പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ അവർക്കും കൂടെ ഒരു ഐഡിയ കിട്ടും, പുതുതായിട്ട് കാണുന്നവർക്ക്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഡിപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസേൺഡ് അസെറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ബാഡ് ഡെറ്റ്സ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ബാഡ് ഡെറ്റ്സ് പറഞ്ഞു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് പറഞ്ഞു, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് പറഞ്ഞു. ബാഡ് ഡെറ്റ്സിന്റെ എൻട്രി എന്താണ് പറഞ്ഞത്? അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ് പറഞ്ഞത്? ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ത് വരും എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? ട്രയൽ ബാലൻസിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ബാഡ് ഡെറ്റ്സ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എടുത്തെഴുതണം. ഇനി ബാഡ് ഡെറ്റ്സ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും അതേസമയം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കാണാം. അപ്പോൾ ബാഡ് ഡെറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണ്? ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ്. ചില ഡെറ്റ്സ്, ചില കടങ്ങൾ നമുക്ക് കിട്ടില്ല, നമുക്ക് സംശയമുണ്ട്, കിട്ടുമോ കിട്ടില്ലേന്ന് അറിയില്ല, ബാഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു പ്രൊവിഷൻ കരുതി വെക്കും. ആ പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ എൻട്രി എങ്ങനെയാ വരുന്നത്? എൻട്രി എങ്ങനെയാ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി വരുന്നത് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വരുന്നത്.
അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്നാലും ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ട്രയൽ ബാലൻസ് 31 ഡിസംബർ 2005 ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ഒരു പോർഷൻ ആണ് തന്നിരിക്കുന്നത്. സൺട്രി ഡെറ്റേഴ്സ് 20,000 ഉണ്ട്, ബാഡ് ഡെറ്റ്സ് 800 ബാഡ് ഡെറ്റ്സ് ഓൾറെഡി ട്രയലിലുള്ളതാണെന്ന് ആലോചിക്കണം. 800. അപ്പൊ ഈ വർഷം 5% ഡെറ്റേഴ്സിന്റെ 5% എന്തായി പോകുന്ന പറഞ്ഞിരിക്കുന്നത്, ബാഡ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്. ഡെറ്റേഴ്സിന്റെ 5% ബാഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഒരു സംശയമുണ്ട്. അപ്പൊ അതിന് പ്രൊവിഷൻ കൊടുക്കണം. അപ്പൊ എൻട്രി എന്താ, ഇത് മൊത്തത്തിൽ ഇതിന്റെ എൻട്രി എന്താ വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട്. ഇവിടെ എത്രയാ ഡെറ്റേഴ്സ് ഉള്ളത്, 20,000. അപ്പൊ 20,000 എത്ര രൂപ പ്രൊവിഷൻ, എത്ര ശതമാനം കൊടുക്കണം, 5%. അപ്പൊ 20,000 5% എത്രയാണ്, 1000. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 കൊടുക്കണം. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ട്രയലിൽ നമുക്ക് ഇവിടെ ഒരു ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട്. ട്രയലിൽ തന്നിരിക്കുന്ന ബാഡ് ഡെറ്റ് അങ്ങനെ തന്നെ എടുത്തെഴുതണം, 800. അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം, ഇപ്പൊ നിലവിൽ കണ്ടുപിടിച്ച ഈ പ്രൊവിഷൻ നമ്മൾ അത് എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് 1800 എഴുതണം. ഇനി ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, പ്രൊവിഷൻ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ, ക്ലിയർ ആയോ, അപ്പൊ ഇത് മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ BCom പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ക്ലിയർ ആയോ? എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾ കമന്റിൽ ചോദിക്കുക. നിങ്ങൾ ഒരാളും ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റിൽ പറയുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണെന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. എത്ര ബേസിക് ഡൗട്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞു തരും. അതൊന്നും ചോദിക്കാൻ ഒരു മടി നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ഇത് ക്ലിയർ ആയോ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, അതായത് നമ്മളുടെ ഡെറ്റേഴ്സ് നമുക്ക് ടൈംലി നമുക്ക് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ അവർ നമുക്ക് ക്യാഷ് സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും, അവർക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്പെക്റ്റഡ് ലോസ് ആൻഡ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ. അപ്പം നമ്മൾ അവർ ടൈംലി പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് രൂപേണ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട വരും. അപ്പം അതൊരു ലോസ് പോലെ ട്രീറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ ലോസിനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കരുതി വെക്കണം. അതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എവിടെയാണ് വരുന്നത്, ഡെബിറ്റ് സൈഡ് ആണ് വരുന്നത്. എങ്ങനെയാ വരുന്നത്, അപ്പൊ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് ടൈംലി പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത്, ഡിസ്കൗണ്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിന് നമ്മൾ കരുതി വെക്കുന്ന ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മൾ കരുതി വെക്കും. അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം, ചിലപ്പോൾ അത്രയും വേണ്ടി വന്നു എന്നിരിക്കില്ല. എന്തായാലും നമ്മൾ അതിനൊരു കരുതൽ എടുക്കും. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നോക്കുക, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ശരിക്കും നോക്കണേ. On 1st January 2004, provision for discount on debtors was 1,600. 1,600 രൂപയാണ് ജനുവരി 2004 നമ്മൾ ഡെറ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ. 1,600 രൂപ.
ഡിസ്കൗണ്ട് അലൗഡ് ഡ്യൂറിങ് 2004 വാസ്, നമ്മൾ കരുതി വച്ചിരുന്നത് 1600 അപ്പോൾ നമ്മൾ ആക്ച്വലി ആ വർഷം 2004 കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 900 ക്ലിയർ ആവുന്നുണ്ടോ? ഡെറ്റേഴ്സ് ഓൺ 31st ഡിസംബർ, ഡിസംബർ 2020 ആ വർഷം അവസാനം നമ്മുടെ പക്കലുള്ള ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 30,000 30,000 പ്രൊവിഷൻ റിക്വേർഡ് ഓൺ 31st ഡിസംബർ 2004. അപ്പൊ 1st ജനുവരിയിലെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു 1600. നമ്മൾ 2004 നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 900. ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5% ആണ്. ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വർഷം അവസാനത്തെ പ്രൊവിഷൻ നമ്മൾ അറിയണം, അത് 30,000ന്റെ 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾഡ്, അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ, അതായത് ഈ വർഷം തുടക്കത്തിലുള്ള പ്രൊവിഷൻ എങ്കിലും മാത്രമാണ് എത്ര രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി ഓൺ പ്രൊവൈഡിങ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ഇത് ചിലപ്പോൾ ഇങ്ങനത്തെ കൊച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട്. ഇതിൽ നിന്ന് തന്നെ വരണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ആദ്യം നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒന്ന് വരയ്ക്കാം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. 1st ജനുവരി 2004 പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 1600 ഉണ്ട്. അപ്പം നമ്മൾ ഡേറ്റ് എഴുതി. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബാലൻസ് 1st ജനുവരിയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? 1600 കാണിക്കണം. 1600 ഇതാണല്ലോ പുതിയ പഴയ നേരത്തെ പ്രൊവിഷൻ. ഇപ്പോൾ നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ബ്രോ ഡൗൺ ചെയ്യാണ്. 1600 ക്ലിയർ ആയോ? 1600 ഇത് ക്ലിയർ ആയോ? ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് നമ്മൾ എഴുതി. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എടുത്തെഴുതി. എത്രയാണ്? 1600 കണ്ടോ? പ്രൊവിഷൻ 1600. ഇനി നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള എൻട്രി എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അലൗഡ്, ഇതാണ് എൻട്രി വരുന്നത്. ഈ വർഷം നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിന്റെ എൻട്രി വരുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് കണ്ടുപിടിക്കാനാണ്. എത്ര രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പം ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുത്തെഴുതി. 1/1/2004 ഓപ്പണിംഗ് ബാലൻസ് എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ 31st ഡിസംബറിൽ കൊടുത്ത എമൗണ്ട് എത്രയാണ്? 900 രൂപ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 31st ഡിസംബറിൽ 5%, അതായത് ക്ലോസിംഗ് പീരിയഡിൽ 5% നമ്മൾ എന്ത് കൊടുത്തത്? പ്രൊവിഷൻ കൊടുത്തത്. ഡെറ്റേഴ്സിന്റെ 5%. അപ്പം നമ്മളെ ക്ലോസിംഗ് എത്രയാണ്? ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് പീരിയഡിൽ നമ്മൾ എത്ര കൊടുത്തു? 1500 കൊടുത്തു. അപ്പോൾ ടോട്ടൽ ചെയ്യുക. 900 + 1500 2400. ഇവിടെയും ടോട്ടൽ ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര രൂപ ചാർജ് ചെയ്യേണ്ടി വരും? 800 രൂപ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബാലൻസ് നെക്സ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഡെറ്റേഴ്സിന്റെ ഇത്ര % ആണ് ഈ ഒരു
1600 എന്ന് പറഞ്ഞ എമൗണ്ട്. അതുപോലെ ഈ വർഷത്തെ ഡെറ്റേഴ്സിന്റെ എത്ര 5% ആണ്. 30,000 ഡെറ്റേഴ്സ് ഉണ്ട്, അതിന്റെ 5% ആണ് ഈ 1500 എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ബാലൻസ് ഷീറ്റിലേക്ക് ചാർജ് ചെയ്യേണ്ട എമൗണ്ട് 800 ആണ്. അതായത് അപ്പൊ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 800. ക്ലിയർ ആയോ? ഈ 800 കിട്ടിയത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇവിടെ അവർ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് 900 പ്ലസ് പ്രൊവിഷൻ റിക്വേർഡ് 1500 മൈനസ് ഓൾഡ് പ്രൊവിഷൻ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, കണ്ടോ? 900 പ്ലസ് 1500 മൈനസ് 1600. ഈ വർഷത്തെ പ്രൊവിഷൻ അതിന്റെ കൂടെ ഡിസ്കൗണ്ട് അലൗഡ് കൂട്ടി ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്തു? കുറച്ചു. ഓൾഡ് പ്രൊവിഷൻ കുറച്ചപ്പോൾ കിട്ടിയതാണ് 800. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നത്. കണ്ടില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ആണ് ചാർജ് വരുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ, നിങ്ങൾ മനസ്സിലായി എന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് ക്ലിയർ ആയി കമന്റിൽ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നുള്ളതൊന്നും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും വരുമോയെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോഴത്തെ എക്സാം രീതിയല്ലേ, ചിലപ്പോൾ വരാം, ചെറിയൊരു പ്രോബ്ലം ആയിട്ടൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുള്ള മൊത്തം പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. 31 ഡിസംബർ 2004 ട്രയൽ തന്നിട്ടുണ്ട്. ഇത് ട്രയലിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് ഒരു 21,500, ഡിസ്കൗണ്ട് അലൗഡ് 800 ഉണ്ട്. പിന്നെ പഴയ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ട്രയലിന്റെ ഉള്ളിൽ തരുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും. അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 900, പിന്നെ ബാഡ് ഡെറ്റ്സ്, കഴിഞ്ഞ തവണത്തെ ബാഡ് ഡെറ്റ്സ് എമൗണ്ട് 1200, കഴിഞ്ഞ തവണ ബാഡ് ഡെറ്റ്സ് റിക്കവർ ചെയ്തത് 300. ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത്തവണ ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്തത് 500. പിന്നെ പ്രൊവിഷൻ റിക്വേർഡ് ഫോർ ബാഡ് ഡെറ്റ്സിന് ഇത്തവണ കൊടുക്കുന്ന പ്രൊവിഷൻ 1000. ഇത് ബാഡ് ഡെറ്റ്സിന് കൊടുക്കുന്ന പ്രൊവിഷൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പൊ അതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫുൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സിനുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻ റിക്വേർഡ് ഫോർ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സിന് ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ള പ്രൊവിഷൻ 3% ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ എത്ര രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷനായിട്ട് ചാർജ് ചെയ്യും, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിൻ്റെ എത്ര എമൗണ്ട് കാണിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലോ, അതുപോലെ എത്ര ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചാലോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഈ ഒരു അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം ബ്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് നോക്കേണ്ടത്? ട്രയലിൽ നോക്കിയാൽ കിട്ടും. ട്രയലിലുണ്ടല്ലോ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 900. അപ്പോൾ 900 എടുത്തെഴുതി.
ഇനി ഈ വർഷം നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത് ഉണ്ടാകുമെങ്കിൽ ഈ വർഷത്തെ ഡിസ്കൗണ്ട് കൊടുത്തത് നമ്മൾ എവിടെ നോക്കണം? ഈ വർഷം ഡിസ്കൗണ്ട് കൊടുത്തത് വല്ലതും ഉണ്ടോ? ഇവയിൽ തന്നിരിക്കുന്നതാണ് ഡിസ്കൗണ്ട് ഡ്യൂറിങ് ദ പീരിയഡ്. ഈ വർഷം നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്ന 800 രൂപ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 31 ഡിസംബർ 2004 ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് 800 എടുത്തെഴുതി. ഇനി നമുക്ക് മെയിൻ ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? ഈ വർഷം നമ്മൾ 3% പ്രൊവിഷനാണ് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി 3% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ ചാടി പിടിച്ച് 3%. ആ ശരി, ഡെറ്റേഴ്സ് എവിടെയാ? 21,500. ഇതിന്റെ 3% എന്ന് പറഞ്ഞ് ചെയ്യരുത്, അത് തെറ്റാണ്. ഈ ഡെറ്റേഴ്സിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടതുണ്ട്. എന്തൊക്കെ കുറയ്ക്കണം എന്നറിയാമോ? ഈ ഡെറ്റേഴ്സ്, നമ്മുടെ ഇപ്പോഴത്തെ ഡെറ്റേഴ്സിന്റെ ബാലൻസിൽ നിന്ന് നിലവില് ബാഡ് ഡെറ്റ്സ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. 21,500 നിന്ന് ബാഡ് ഡെറ്റ്സ് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ പ്രൊവിഷനും എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഈ കിട്ടുന്ന എമൗണ്ടിന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഡിസ്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. എത്ര? ഈ ഡെറ്റേഴ്സിന്റെ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഡിസ്കൗണ്ടിന്റെ പ്രൊവിഷൻ കൊടുക്കാൻ. അല്ലാതെ നമ്മുടെ ട്രയലിൽ തന്നിരിക്കുന്ന ഡെറ്റേഴ്സിന്റെ ബാലൻസിന് അല്ല. ട്രയലില് 21,500 തന്നിട്ടുണ്ട്, അതിന്റെ 3% അല്ല ചെയ്യേണ്ടത്. 21,500 നിന്ന് ഇത്തവണത്തെ ബാഡ് ഡെറ്റ്സും കുറയ്ക്കണം, അതുപോലെ തന്നെ ഇത്തവണത്തെ പ്രൊവിഷനും കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്ന 20,000 ആണ്. 21,500 മൈനസ് 500. ബാഡ് ഡെറ്റ്സ് കുറച്ചപ്പോ 500 കുറച്ചപ്പോ 21,000. അതിൽ നിന്ന് ഇത്തവണത്തെ പ്രൊവിഷൻ 1000 രൂപ കുറച്ചപ്പോ ബാലൻസ് എത്രയാണ്? 20,000. ഈ 20,000ന്റെ 3% എന്ത് കൊടുക്കേണ്ടത്? ഡെറ്റേഴ്സിന്റെ ഡിസ്കൗണ്ട് പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ തവണത്തെ പ്രൊവിഷൻ എത്രയാ? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിന്റെ ഇത്തവണ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത ക്ലോസിംഗിൽ എത്രയാണ്? 600. അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ 600. അപ്പൊ ടോട്ടൽ ചെയ്യുക, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. ഈ സൈഡാണ് കൂടുതൽ, 1400 എടുത്തെഴുതി. ബാലൻസ് വന്ന എമൗണ്ട് 500. അപ്പൊ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? 500. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപ കാണിക്കണം? 500. എങ്ങനെ കാണിക്കണം? എൻട്രി എന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിന്റെ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താ എൻട്രി? നമ്മളിപ്പോ കുറച്ചു മുമ്പ് പഠിച്ചല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ക്ലിയർ ആയോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാം കേട്ടോ.